ഇവിടെ ലൂണനെ കാണാൻ ഫ്രണ്ട്സ് വരുന്നു. അവരോട് അവള് പറയുന്നു കാലക്സ് എന്റെ കമ്പനിയിലാണ് ലോയർ ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്നും ഇപ്പോ അവനെ മീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് എനിക്കുള്ളതെന്ന്, എന്റെ അച്ഛനോടും അവൻ ഫ്രണ്ട്ലി ആയിട്ടാണ് ഉള്ളതെന്നും പറയുന്നു. ഇതൊക്കെ കേട്ട അവളുടെ ഫ്രണ്ട്സ് നീ വീണ്ടും അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുവാന്നാണ് തോന്നുന്നതെന്ന് പറയുന്നു. അതിന് അവള് ഇല്ല, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ആ ബ്രേക്കപ്പിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ എന്ന് പറയുന്നു. ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അവര് രണ്ടുപേരും റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്തതിന് ശേഷം കാറിൽ ലൂണ അവനെ പ്രപ്പോസ് ചെയ്യുന്നു. കാലക്സ് അതിന് ഒന്നും റിപ്ലൈ ചെയ്യാത്തത് കൊണ്ട് അവള് പേടിച്ചിട്ട് ഞാൻ വെറുതെയാണ് പറഞ്ഞത്, ജോക്ക് ആയിരുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ അടുത്ത ദിവസം അവൾ അവളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തപ്പോ പറയുന്നു. അത് കേട്ടിട്ട് അവളുടെ ഫ്രണ്ട്സ് നിനക്ക് ശരിക്കും സംസാരിക്കാൻ അറിയത്തില്ല, അതാണ് നിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നു. ഇങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏമി ഒരു പോസ്റ്റ് ഇടുന്നു. അത് കണ്ടിട്ട് അവൾക്ക് ദേഷ്യം വരുന്നു. അവൾ അത് പറഞ്ഞ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലക്സ് അവൾക്കൊരു മെസ്സേജ് അയക്കുന്നു. എന്റെ കൂടെ ഗ്രൂപ്പ് സ്റ്റഡിക്ക് വരാമോ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ലൂണ കാലക്സിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോ ലൂണ കാലക്സിനെ തന്നെ നോക്കിയിരിക്കുന്നു. അവനെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് അവൻ എണീറ്റ് അവളുടെ അടുത്ത് വന്നിരിക്കുന്നു. അവളുടെ ആർക്കിടെക്ചർ ഡ്രോയിങ്സ് ഒക്കെ അവൻ കാണുന്നു. അവനത് ഒത്തിരി ഇഷ്ടമാകുന്നു. അന്നേരം ലൂണയുടെ ഫ്രണ്ട് അവക്ക് മെസ്സേജ് ചെയ്യുന്നു, ഇവിടെ ഭയങ്കര മഴയാണ്, അതുകൊണ്ട് ഇന്ന് എനിക്ക് റൂമിലേക്ക് വരാൻ പറ്റൂലെന്ന് പറയുന്നു. അതുകൊണ്ട് ലൂണ കാലക്സിന്റെ വീട്ടിൽ തന്നെ നൈറ്റ് സ്റ്റേ ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ ലൂണനെ കാണാൻ കാലക്സ് കോളേജിലേക്ക് വരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ചുകൂടെ ക്ലോസ് ഫ്രണ്ട്സ് ആകുന്നു.